ഞാൻ ഒരു സ്ഥലങ്ങളിലും ഈ പറഞ്ഞ നിങ്ങൾ എന്താ തെളിയിക്കുന്നേ? ദീപ്തി വേരി വർഗീസ്, നമ്മളിപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് പോകുമ്പോൾ ഈ സിവിൽ കേസിൽ എന്താണ് അതിന്റെ ന്യായാന്യായങ്ങൾ എന്നുള്ളത് അവിടെ തീരേണ്ട ഒരു വിഷയമാണ്, അതൊരു പൊതു വിഷയമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള കോടതി വിധി അനുസരിച്ച് ക്രിമിനൽ ഒഫൻസസ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആരോപിതരായ ആളുകൾ നോട്ട് ഗിൽറ്റി എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വിധി. ഈ ഉത്തരവ് കഴിഞ്ഞ വർഷം വന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ 2025 2024 വിധി വരുന്നത് പോലും. ഒരുപാട് കാലം കത്തി നിന്നിരുന്ന ആരോപണമാണ് താനും. ഇതിന്റെ ശേഷിപ്പ് എന്നുള്ള നിലയിലുള്ള ഒരു ലൈംഗിക ആരോപണവുമായി ഒരു വലിയ മുന്നോട്ട് പോക്ക് സാധ്യമാവും? ഒരു അഭിഭാഷക എന്നുള്ള നിലയിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, അതായത് 2014 കൊടുത്ത പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാൻ നേരത്തെ വായിച്ച പരാതി. ഇവിടെ കൃഷ്ണകുമാർ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ സത്യത്തിൽ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ചർച്ചയിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചതാണ്. അദ്ദേഹം എൻ്റെ വക്കീൽ പണിയൊന്നും പഠിപ്പിക്കണ്ട, ഞാൻ വക്കീൽ പണിയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തോളാം. അപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്, അന്യമതസ്ഥനെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളുടെ കുടുംബത്തിലൊരു പ്രശ്നമാണോ അല്ലേ എന്നുള്ളത് ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനൊക്കെ ചില ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട് എന്നുള്ളത് അദ്ദേഹം അഡ്മിറ്റ് ചെയ്ത കാര്യം, ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇവരെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി എന്ന് ഈ സ്ത്രീ പറഞ്ഞിട്ടുള്ളത്, ഇപ്പം ഞങ്ങളിത് അറിഞ്ഞുകൊണ്ടാണല്ലോ ഇത് പറയുന്നത്. ഇത് അത്തരത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് സന്ദീപ് വാര്യർ പത്രസമ്മേളനം നടത്തി പറഞ്ഞു. ഇനി അവർ പറഞ്ഞു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. സന്ദീപ് വാര്യർ ഇന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യമാണല്ലോ, പബ്ലിക്കിൻ്റെ മുമ്പിലും മീഡിയയുടെ മുമ്പിലും പറഞ്ഞ കാര്യമല്ലേ. അപ്പോൾ അത്തരത്തിൽ അവരെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ ശ്രമിച്ചു എന്നുള്ളത് അദ്ദേഹം അഡ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതുവരെ 376 അല്ലെങ്കിൽ ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ട് അവരിതുവരെ കോടതിക്ക് മുമ്പിൽ പോയിട്ടുള്ളത് മറ്റ് ചില കേസുകളുമായി ബന്ധപ്പെട്ടാണ്. അവരെയും അവരുടെ അമ്മയും ഉപദ്രവിച്ചു. അതുപോലെ തന്നെ അവസാനമായിട്ടെങ്കിലും അച്ഛനെ കാണാൻ അനുവദിക്കണം, ഓർമ്മക്കുറവുള്ള അച്ഛനെ കാണാൻ അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ മിടുക്കരായ ഇവർ, ഞാനിപ്പോൾ കേട്ടതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, വളരെ മിടുക്കുള്ള ഇവർ അവരെ കാണാൻ അനുവദിച്ചില്ല. ഓർമ്മക്കുറവുള്ള അച്ഛൻ്റെ കയ്യിൽ നിന്ന് വ്യാജമായി ഇവരെ കാണണ്ട എന്ന് എഴുതി വാങ്ങിച്ചു എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അതിലൊന്നും ഞാനിവിടെ തർക്കിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ അവർ കൊടുത്തിരിക്കുന്ന ഒരു പരാതിയുണ്ട്. ആ പരാതിയിൽ വളരെ കൃത്യമായിട്ട് സെക്ഷൽ അസോൾട്ട് എന്ന് അവർ പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തീർന്നിട്ട് താങ്കൾ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഇവിടെ അതാ ഞാൻ പറഞ്ഞത്, അതൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ മറ്റൊരാളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ചയ്ക്ക് എടുത്തു എന്നാകും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അതൊക്കെ ഇനിയിപ്പോൾ അന്വേഷണം വരുമ്പോൾ മനസ്സിലാകും. ഈ കേസുമായി ഇനി പോലീസ് സ്റ്റേഷനിലും കോടതിയിലുമൊക്കെ പോയി കഴിയുമ്പോൾ, ഇതൊന്നുമല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ ഇപ്പോൾ അന്വേഷണം വന്നു കഴിയുമ്പോൾ അതൊക്കെ പുറത്തു വന്നോളൂ. അപ്പം നമുക്കത് ചർച്ച ചെയ്യാമെന്നേ. ഞാൻ മറ്റൊരു കാര്യം ഇവിടെ പറയട്ടെ അഭിലാഷ്. ഇവിടെ ചോദ്യം ചോദിച്ചത് ഈ കേസിനെ കുറിച്ചാണ്. ചോദ്യം ചോദിച്ചത് BJPയുടെ വൈസ് പ്രസിഡന്റിനെ കുറിച്ചാണ്. അരുൺകുമാർ എന്തിനെ കുറിച്ചാണ് മറുപടി പറഞ്ഞത്? അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുമ്പോൾ, ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കോൺഗ്രസിനെതിരെയുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ തമ്മിലുള്ള ലിങ്ക് മനസ്സിലായില്ലേ? പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ BJPയും CPMും എല്ലാം ഒറ്റക്കെട്ടാണെന്നേ. അവര് എത്ര സോഫ്റ്റ് ആയിട്ടാണ് അരുൺകുമാർ വീറോടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാദിച്ച അരുൺകുമാർ ഈ കാര്യത്തിൽ ഇപ്പോൾ BJPയുടെ വൈസ് പ്രസിഡന്റിന്റെ കാര്യം വന്നപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടാണ്, അതിന് മറുപടി പോലും പറഞ്ഞില്ല. അങ്ങനാണെങ്കിൽ ഇങ്ങനെ ആകാമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു കൂട്ട് കച്ചവടമാണ്. ഇവർ ഒരുമിച്ചുള്ള കച്ചവടമാണ് നടക്കുന്നത്. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഈ പാവപ്പെട്ട സ്ത്രീ കൊണ്ടൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് തേച്ച് മായ്ച്ചു കഴിഞ്ഞ് അവിടെ കൊണ്ടുവന്ന് ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ട് പറ്റിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ എത്രയോ കേസുകൾ, ഞാൻ ഇപ്പോൾ BJPയുടെ മാത്രമല്ലല്ലോ, CPMന്റെ കേസുണ്ടല്ലോ, എൻ്റെ കയ്യിലുണ്ട് വോയിസ് നോട്ടുകൾ. നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്, കേരള സമൂഹം മുഴുവൻ കേട്ടിട്ടുള്ളതാണ്. ശശീന്ദ്രൻ്റെയും കടകംപള്ളിയുടെയും മുകേഷിൻ്റെയും ഒക്കെ രാത്രിയിലുള്ള സംഭാഷണങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയല്ലേ? അതിനെക്കുറിച്ച് എന്താണ് അരുൺകുമാറിന് പറയാനുള്ളത്? ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം താങ്കൾ നോക്കൂ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം ഇത് പറഞ്ഞത്, ഒരു യുവതിയെ ഭീഷണിപ്പെടുത്തുന്നത് കണ്ടു, ഒരു യുവതിയെ ഭീഷണിപ്പെടുത്തുന്നത് കണ്ടു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് പത്രസമ്മേളനത്തിൽ. ഇവിടെ 51 വെട്ടുവെട്ടി ആളുകളെ കൊല്ലുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന, എല്ലാം പോട്ടെ, ആ ആന്തൂർ സാജന്റെ ഭാര്യയെക്കുറിച്ച്
ആ സാജൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആന്തൂർ സാജന്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞത് അവർ വഴിവിട്ട സഞ്ചാരമാണെന്നാണ് ദേശാഭിമാനി എഴുതിയത്. അത്തരത്തിൽ സ്ത്രീകളെ കുറിച്ച് വളരെ മോശമായി പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ CPM ഇപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന MLA മുകേഷ്, കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ തന്നെ ശശീന്ദ്രൻ, തോമസ് ഐസക്, ഇവരൊക്കെ ആരോപണം കേട്ടവരും കോടതിയിൽ കേസ് വന്നതുമാണല്ലോ, ചാർജ് ഷീറ്റ് വന്നതാണല്ലോ. അതൊന്നും കേസല്ല, അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഒരു പരാതിക്കാരിയില്ലാതെ, മുഖമില്ലാത്ത ഒരു ഇതുവരെ പരാതിക്കാരി ആരാണെന്നറിയില്ല. ഇവിടെ കൃഷ്ണകുമാറിന്റെ കേസിൽ പരാതിക്കാരിയുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അവരുടെ സംഘടനയുടെ വിവിധ തലങ്ങളിൽ പരാതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് യാതൊരു ആക്ഷനും ഇല്ല. അത്തരത്തിൽ ഒരു പരാതിക്കാരിയുണ്ട്. സ്വാഭാവികമായും രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിൽ നിന്ന് പോയതുകൊണ്ട് പരാതി ഉണ്ട് എന്നുള്ളതിന്, അതായത് പാർട്ടിക്ക് മുമ്പിൽ പരാതി ഉണ്ട് എന്നുള്ളതിനൊരു തീർച്ചയുണ്ട്. കോൺഗ്രസിൽ അങ്ങനെ ഒരു പരാതി ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തീർച്ച പറയാൻ പറ്റില്ല. ഒരു സെക്കൻഡ്, എനിക്ക് അരുൺകുമാറിലേക്ക് കൂടി പോകണം. ഞാൻ ഒരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. കൃഷ്ണകുമാർ ഇവിടെ പറഞ്ഞു KPCC പ്രസിഡന്റിന് പരാതി കൊടുത്തു എന്ന് പറഞ്ഞു. ഒറ്റ മിനിറ്റ്, രേഖാമൂലമുള്ള പരാതിയല്ല, പറഞ്ഞു എന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത്. അതെ, പരാതി കൊടുത്തു. പരാതി ആർക്ക് കൊടുത്തു? KPCC പ്രസിഡന്റ് പരാതി കൊടുത്തു എന്ന് പറഞ്ഞില്ല. താങ്കൾ വ്യാജമായിട്ട് ഇവിടെ നിന്ന് വാദിക്കൊന്നും വേണ്ട. അങ്ങനെ പരാതി ഒരു KPCC പ്രസിഡന്റും കൊടുത്തിട്ടില്ല. അവരങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുമില്ല. പരാതി കൊടുക്കുന്നത് എവിടെയാണ്? ഞാൻ നിങ്ങളെന്താ തെളിയിക്കുന്നേ? നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും കൊടുത്ത പരാതി അത് തെറ്റാണെന്ന് നിങ്ങൾ തെളിയിക്കുക. ഞങ്ങളുടെ ഉത്തരവാദിത്തം അല്ലല്ലോ. ശരി, ഓക്കെ. എന്തായാലും BJP യുടെ കാര്യത്തിൽ BJP പ്രസിഡന്റിന് പരാതി പോയിട്ടുണ്ട്, അതിന് നമുക്ക് തെളിവുണ്ട്.